മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ബിജെപിയിൽ പോകുമെന്ന പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇ.പി. ജയരാജൻ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസ്. നേരിട്ട് കേസെടുക്കാനുള്ള മൊഴിയോ സാഹചര്യ തെളിവോ ഇല്ല. കോടതി നിർദ്ദേശപ്രകാരമെങ്കിൽ കേസെടുക്കാമെന്നും പോലീസ് വ്യക്തമാക്കി. രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കാൻ കഴിയില്ലെന്നും പോലീസ് നിലപാടെടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. വി വിനോദ് നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, ഇ.പി. ജയരാജൻ ഈ ആക്ഷേപം ഉയർന്നപ്പോൾ പോലീസിൽ പരാതി കൊടുത്തതാണ്. കാരണം ഇതൊരു ഗൂഢാലോചനയാണ് എന്നതായിരുന്നു ഇ.പി. ജയരാജന്റെ നിലപാട്. പക്ഷേ അതിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസ് പറയുമ്പോൾ എന്താണ് പോലീസിന്റെ വിശദീകരണം? സഹിത്ത് ഈ കേസ് അന്വേഷിച്ചത് കഴക്കൂട്ടം എ.സിയുടെ നേതൃത്വത്തിലാണ്. ഇ.പിയുടെ മകന്റെ വീട്ടിൽ വെച്ച് പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടത്തി. ദല്ലാൽ നന്ദകുമാർ അവിടെ എത്തിയിരുന്നു. ആ കാര്യം ഇ.പി. ജയരാജൻ സ്ഥിരീകരിച്ചു. എന്നാൽ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ബോധപൂർവം തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരമൊരു പ്രചരണം അഴിച്ചുവിടുന്നതിന് വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ്. അതിന്റെ ഭാഗമായാണ് തന്നെ കാണാൻ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമം ഉണ്ടാക്കിയത്. അതുതന്നെയാണ് ഇ.പി. ജയരാജൻ വലിയ അദ്ദേഹത്തിന്റെ ഒരു നിലപാടായി വിശദീകരിച്ചത്. പിന്നീട് ഇ.പി. ജയരാജൻ പരാതി നൽകുകയും ചെയ്തു. കെ സുധാകരൻ, അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവരെ പ്രതി ചേർത്താണ് പരാതി നൽകിയത്. ഇതിലെ ഗൂഢാലോചന, രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ഇപ്പോൾ പോലീസിന്റെ പ്രാഥമികമായ ഒരു അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ പോലീസ് എടുക്കുന്ന നിലപാട് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ പേരിൽ പോലീസിന് കേസെടുക്കാനാകില്ല, കോടതിയെ സമീപിക്കാവുന്നതാണ് പരാതിക്കാരന്. കോടതിയുടെ നിർദ്ദേശാനുസരണം ഇങ്ങനെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. മാത്രവുമല്ല, ഈ മൊഴിയുടെയോ സാക്ഷിമൊഴിയുടെയോ മറ്റ് സാഹചര്യ തെളിവുകളോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പരാതിക്ക് അടിസ്ഥാനമായി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ തുടരന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതും അടക്കമുള്ള കാര്യങ്ങളിൽ പ്രായോഗിക തടസ്സമുണ്ട്. എന്നാൽ ഹർജിക്കാരനെ കോടതിയെ സമീപിക്കാമെന്നും കോടതിയുടെ അനുമതിയോടുകൂടി കേസ് എടുക്കുന്നതിൽ തടസ്സമില്ല എന്നൊരു നിലപാടും പോലീസ് കൈക്കൊള്ളുന്നു. സൈത്ത്, ഇ.പി. ജയരാജന് ഒരുപക്ഷെ തിരിച്ചടിയാവുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടിന് ആ തരത്തിൽ പിന്തുണ കിട്ടുന്നില്ല എന്നതുകൂടി വേണം പോലീസിന്റെ നിലപാടിൽ നിന്നും വ്യക്തമാവാൻ. ഇതിൽ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇ.പി. ജയരാജൻ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും പ്രധാനപ്പെട്ടതാണ്. കാരണം രാഷ്ട്രീയപരമായി വലിയ ആക്ഷേപമാണ് ഇ.പി. ജയരാജൻ ഈ വിഷയത്തിൽ നേരിട്ടത്. ആ കേസിലാണിപ്പോൾ നേരിട്ട് കേസെടുക്കാൻ കഴിയില്ല എന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നത്. ഇതിൽ തുടർ നടപടി കോടതിയിൽ നിന്നുണ്ടായാൽ കോടതി നിർദ്ദേശപ്രകാരം കേസെടുക്കാമെന്നതാണ് പോലീസിന്റെ നീക്കം.